ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. അതെ, ആദ്യത്തിനെ നാം പ്രണമിക്കണം. നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനായ ഗ്രഹം, ആത്മപ്രഭാവം, വ്യക്തിത്വം, ഇൻഡിവിജ്വാലിറ്റി, ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രഹം ജ്യോതിഷത്തിൽ സൂര്യനാണ്. സൂര്യനാണ് ഗ്രഹങ്ങൾക്ക് വെളിച്ചം നൽകുന്നത്. സൂര്യൻ എത്രത്തോളം ഒരു ജാതകത്തിൽ ശക്തനാണോ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ പ്രഭാവം സമൂഹത്തിൽ, സമാജത്തിൽ നിലനിൽക്കും. ഇതാണ് സൂര്യൻ. താതസ്യ ആത്മപ്രഭാവ, തൻ്റെ പിതാവും ആത്മപ്രഭാവവുമാകുന്നു സൂര്യൻ. അതിനാൽ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരു വ്യക്തി എല്ലാം നേടും, തൻ്റെ പ്രഭാവം കൊണ്ട്, വ്യക്തിത്വം കൊണ്ട്. ഇതാ പ്രിയമുള്ള പ്രേക്ഷകരെ, സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഉത്തരായണം എന്നാണ് പറയുക. ദക്ഷിണായനം, ഉത്തരായണം. മകരം 1 മുതൽ മിഥുനം 31 അല്ലെങ്കിൽ 30 വരെയുള്ള 6 മാസക്കാലം സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിന് ഉത്തരായണം എന്ന് പറയുന്നു. മകരം 1 ശബരിമലയിൽ മകരജ്യോതി നാം ദർശിക്കുക. ഇതാ മകരത്തിൽ സൂര്യൻ പ്രവേശിച്ചിരിക്കുന്നു. 1201 ധനുമാസം 30-ാം തീയതി മുതൽ, അതായത് 2026 ജനുവരി 14-ാം തീയതി ഉച്ചയ്ക്ക് 3:15 മുതൽ സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിക്കുകയാണ്. മകരമാസം 1 പിറക്കുകയാണ്. സൂര്യൻ മകരമാസത്തിൽ വരുമ്പോഴാണ് മകരം 1-ാം തീയതി ആവുക. നിങ്ങളുടെ കലണ്ടറിൽ കാണുക വ്യാഴാഴ്ച മകരം 1-ാം തീയതി എന്നാണ്. യഥാർത്ഥത്തിൽ ബുധനാഴ്ച 3:15 മുതൽ ഉച്ചയ്ക്ക് IST സമയം സൂര്യൻ മകരത്തിൽ പ്രവേശിച്ചു. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു എപ്രകാരമാണ് ഈ സൂര്യൻ്റെ മകരമാസത്തിലേക്കുള്ള പ്രവേശനം ഒരു മാസക്കാലം ഒരു വ്യക്തിക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം. സൂര്യനെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ വയ്ക്കുമ്പോൾ തന്നെ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃത പത്മാപുനർജന്മനാം ആത്മേത്യാത്മവിതാം കൃതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം നസ്തദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന ആ മന്ത്രം, വരാഹമിഹിര ആചാര്യൻ്റെ ആ തുടക്കത്തിലുള്ള മന്ത്രം 3 തവണ ജപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജ്യോതിഷികൾ കവടിക്രിയ ആരംഭിക്കുക. അത്രത്തോളം പ്രാധാന്യം. പിന്നീട് മറ്റൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത് സൂര്യൻ ശിവനാകുന്നു. അർക്ക ശംഭുഹു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുന്നത്. ആ ശിവൻ്റെ ജ്ഞാനമൂർത്തിയായ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ടും പിന്നീട് ഞങ്ങൾ ശ്ലോകം ചൊല്ലും. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാദങ്കാരാദി പീഠോപരി പരലസിതം സേവ്യമാനം സുരൗഘൈഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദതത ഋഷിഗണേ ജ്ഞാനമീശാനമീടെ. ഇതാകുന്നു ഞങ്ങൾ ജ്യോതിഷികളുടെ പ്രാർത്ഥന. എന്നിട്ടാണ് ഞങ്ങൾ നവഗ്രഹങ്ങളെയും ഗുരുനാഥന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് ഗീർണശ്രേയ, ഞങ്ങളുടെ വാക്ക് ശ്രേയസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് കവടിക്രിയ ആരംഭിക്കുന്നത്. രാവിലെ ഉണർന്ന് ഉത്ഥായ ഉഷസി, കാലത്തുണർന്ന് ധർമ്മദൈവങ്ങളെയും തൻ്റെ ദൈവങ്ങളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് വയ്ക്കുന്ന കവിടി ഒരിക്കലും നിഷ്ഫലമാകില്ല. അനുഭവങ്ങൾ ധാരാളമാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇനി ആ സൂര്യൻ്റെ ഉത്തരായന കാലത്തിലേക്കുള്ള വരവും ഈ മകരമാസവുമാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യം 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ സൂര്യൻ മകരത്തിൽ നിൽക്കുന്നു. അത് 5-ാം ഭാവമാണ് കന്നി സംബന്ധിച്ചിടത്തോളം. അവിടെ സൂര്യൻ ആരാണ്? സൂര്യൻ 12-ാം ഭാവാധിപനാണ്. വൈകല്യം ഉണ്ടാക്കുന്ന ഗ്രഹമാണ് 12-ാം ഭാവം. പാപം വ്യയം ച പതനം, പാപം, പാപകർമ്മങ്ങൾ, പാപരതി, പാപമുള്ള മനസ്സ്, വ്യയം, ദുർച്ചെലവുകൾ, പതനം, വീഴ്ച, നിരയം, നരകം, വാമം, അമ്പകം, ഇടത്തെ കണ്ണ്, സ്ഥാനഭ്രംശം ച വൈകല്യം, സ്ഥാനഭ്രംശങ്ങൾ, വൈകല്യം, ദ്വാദശേന വിചിന്തയത്, 12-ാം ഭാവം കൊണ്ട് ചിന്തിക്കണം. ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങളിലാണ് ദോഷങ്ങൾ. 8 ഏറ്റവും ദോഷം.
6 തസ്കരന്മാർ, കള്ളന്മാർ, ശത്രുക്കൾ, കടം, രോഗം, ശത്രുവിൻ്റെ ആയുധം കൊണ്ടുള്ള മരണം. 12 ആണെങ്കിൽ മേൽപ്പറഞ്ഞ എല്ലാം. മോക്ഷഭാവമാണ് 12ാം ഭാവം. 12 ശുഭഗ്രഹം വരുമ്പോൾ ഒരാൾ കഷ്ടപ്പെടാതെ മരിക്കും. പാപഗ്രഹങ്ങൾ വരുമ്പോൾ അയാൾ കിടന്ന് മരിക്കും. എപ്പോഴും 12ൽ ശുഭഗ്രഹം വരാൻ പ്രാർത്ഥിക്കുക. അനായാസേന മരണം, അനായാസമായി മരിക്കട്ടെ. ഇവിടെ ആദ്യത്തിന് 5ൽ നിൽക്കുന്നത് ഗുണകരമാണോ? അല്ല. 5ാം ഭാവം ഏതാണ് ഭാവം? പ്രജ്ഞാമേധാ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്ര അമാത്യ തനൂജാ പഞ്ചമത സൗമനസ്യം. നല്ല മനസ്സ്, പ്രതിഭ, ബുദ്ധി, വിവേകശക്തി, നല്ലതും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ്, പൂർവികമായ പുണ്യങ്ങൾ, മന്ത്രം ഉപദേശിക്കൽ, സന്താനങ്ങൾ, ഇതൊക്കെയാണ് 5ാം ഭാവം. ഇവിടെ നിർബന്ധമായും വളരെ ശ്രദ്ധിക്കണം. സന്താന വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. പ്രത്യേകിച്ച് പലപ്പോഴും മൂത്ത സന്താനത്തെ പറ്റി ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 5ൽ സൂര്യൻ വരുമ്പോൾ സുതസ്ഥാനകയെ പൂർവ്വജാപത്യതാപി, തൻ്റെ ആദ്യ സന്താനം കാരണം തനിക്ക് താപം, ദുഃഖമുണ്ടാകും. യുവതികൾ ഗർഭിണികളാകുമ്പോൾ അബോർഷൻ വരാം, അല്ലെങ്കിൽ പുതിയ കൊച്ചുണ്ടായാൽ ആ കുട്ടിക്ക് അസുഖം തന്നെയായിരിക്കും. രാത്രി കരഞ്ഞ് ഉറങ്ങില്ല. പൂർവ്വജ അപത്യതാപി, ആദ്യ സന്താനത്തെ പറ്റിയുള്ള ദുഃഖം. കുശാഗ്രീയ ബുദ്ധി രവോ മന്ത്രവിദ്യ, കുശാഗ്രീയ ബുദ്ധിയാണ് ഈ വീട്. സൂര്യൻ മന്ത്രം ഉപദേശിക്കാൻ ഏറ്റവും നല്ലതാണ്. ഏറ്റവും സൂക്ഷ്മമായ മന്ത്രം ഉപദേശിച്ച് ടാക്സ് വെട്ടിക്കുക, അല്ലെങ്കിൽ കമ്പനികളെ പറ്റിക്കുക, ഈ രീതിയിലുള്ള കൺസൾട്ടൻസിക്ക് ഏറ്റവും മിടുക്കന്മാരായിരിക്കും ഈ 5ലെ സൂര്യൻ. എന്നിട്ട് ധാരാളം കാശ് വാങ്ങും പാർട്ടിയോട്. മന്ത്രബുദ്ധിയാണ്. മാന്ത്രിക വിഷയങ്ങൾ പഠിക്കാൻ നല്ലതാണ്. ഇവിടെ ജ്യോതിഷ മാന്ത്രിക വിഷയങ്ങളൊക്കെ പഠിച്ചിട്ട് കാശുണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. രഥോ വഞ്ചനെ സഞ്ജയേപി പ്രമാദി, മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് ധാരാളം കാശുണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ വളരെയധികം ഞാനെന്ന ഭാവം, അഹങ്കാരം വളരെ കൂടും. പിന്നീട് 5ാം ഭാഗം വയറാണ്. മൃതി ക്രോഡരോഗാദിജാഭാവനീയ, ഉദരരോഗം കൊണ്ട് മരണം പറയേണ്ടി വരുന്നതാണ്. അതിനാൽ അപ്പൻഡിക്സ്, ഈ പറഞ്ഞ ഉദരരോഗങ്ങൾ, ഗ്യാസ്ട്രോ ആയിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങൾ, അൾസർ, വയറ്റിൽ പുണ്ണ്, അതാണ് പിന്നെ ക്യാൻസർ ആകാറ് നമ്മുടെ നാട്ടിൽ. വളരെ ജാഗ്രത പാലിക്കണം. മക്കളുടെ വിഷയത്തിലും ജാഗ്രത പാലിക്കണം, വയറിൻ്റെ വിഷയത്തിൽ. പിന്നെ അസ്ഥി സംബന്ധമായ ഗ്രഹമാണ്. ഇയർ ബാലൻസിങ്ങിൻ്റെ ബുദ്ധിമുട്ട് വരും. പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ. കന്നിരാശി ജലരാശിയാണ്, വെള്ളത്തിൽ വീഴാൻ പാടില്ല. തെന്നി സ്കിപ്പ് ചെയ്ത് വീണ്ടും പോകും. ഇപ്പോൾ പ്രായമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. കന്നിരാശിക്കാർ പെട്ടെന്ന് വെള്ളത്തിന് വീഴും. എപ്പോഴും വെറ്റായ തറകൾ ശ്രദ്ധിക്കണം. നനഞ്ഞ തറകൾ വെള്ളം തുടച്ചു പോയി. ഇപ്പോഴെല്ലാം ടൈൽസാണ്. വീണിതെല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറയേണ്ടി വരുന്നു മാത്രം. നന്നായി കൂളമാല, ജലധാര വഴിപാടുകൾ ചെയ്യുക. ദേഹമുട്ടി ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രായമുള്ളവരിൽ മൃത്യുഞ്ജയ ഹോമമൊക്കെ ചെയ്യുക, പരിഹാരമാവട്ടെ. നന്ദി, നമസ്തേ.